ഞാൻ ഗൾഫിലായിരുന്നപ്പോഴേ ഈ വെജിറ്റബിൾസിൽ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് എന്നെ സോട്ട് ചെയ്തെടുക്കും. എന്നിട്ട് എന്റെ പുറത്ത് കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കും. നല്ല ടേസ്റ്റാണ്. ഞാനും ബോറടിക്കുമ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്, പരീക്ഷണം പോലെ. അതെ അതെ, എല്ലാം ഉണ്ടാക്കും. പക്ഷെ ഒന്നും വായി വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൊളി അടങ്ങും. എന്ത് എന്റെ മമ്മായി കേക്കണം, പറയുന്നിടത്തൊന്നും വലിയ കൈപ്പുണ്യൊന്നും, ചുമ്മാ വെറുതെ. ഇത് നന്ദിയില്ലാത്തവളെ, നീ തന്നെ ഇത് പറയണം. ഇതൊക്കെ ചെറുതാണപ്പോ എന്തോരം ഒക്കത്ത് വെച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തീറ്റിപ്പിച്ചാന്നറിയോ? അതിനൊന്നും നന്ദിയില്ല. അത് മക്കളുടെ കടമ. ഇപ്പൊ മക്കളുടെ കൊച്ചിനെ ഞാൻ നോക്കുന്നില്ലേ, അതേപോലെ. ഭയങ്കര നോട്ടമുള്ള ആ കൊച്ചിന് 24 മണിക്കൂറും കരയിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ വളർന്ന് ആ പാചകത്തിൽ കയറിയാ ഗൗരി. ഇനി കുറച്ച് ദിവസം ചേച്ചി റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിക്കോളാം. ആരാണോ പോയി? ഞങ്ങള് ഞാനില്ലേ ബെസ്റ്റ് ചേരും. ഗൗരി ഇവിടെ നിന്ന് പാചകം ചെയ്യും. അവള് കുറച്ചേരൊക്കെ കൂടെ നിൽക്കും. അത് കഴിയുമ്പോ ഭയങ്കര ബിസിയാവും. ഭയങ്കര ബിസി ആയിട്ടുള്ള കുട്ടിയാ. കണ്ട, നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ലച്ച് ചെയ്യുന്ന നല്ല കാര്യമൊന്നും അവരുടെ ആരും കാണത്തൂല, പറയത്തൂല. അതിന് ലച്ച് നല്ല കാര്യം വല്ലതും ചെയ്താലല്ലേ പറയാൻ പറ്റൂ. കൊണ്ടുമാമ പറയുന്ന കേട്ടാ. നിങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇതുവരെയായിട്ട് തീർന്നില്ല. അതങ്ങനെ എങ്ങനെയൊന്നും തീരുമില്ല എന്റെ പൊന്നു കുട്ടു മാമ. അതിന് ഒരാളുടെ തല തറയെ വീഴണം. മിക്കവാറും ഇവിടെ ഒരാളുടെ തല തറയിൽ വീഴും. ഞാൻ ഒരു കയ്യിലോട്ട് ലച്ചോ, 2 വയസ്സുള്ള ഒരു കുട്ടിയെ അമ്മയാണ് നീ. അതിന്റെ പക്വതെങ്കിലും കാണിക്കും. ആ കൊച്ചിനുണ്ടല്ലോ നിന്നേക്കാൾ പക്വത. എന്റെ ഗൗരിയമ്മായി അങ്ങനെ ഇങ്ങനെയൊന്നും താന്നു കൊടുക്കാനൊന്നും പറ്റൂല. താന്നു കൊടുത്താലേ ഈ സാധനം തലക്കറിന് തില്ലാനെ കളി. മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും, ഉറപ്പാ. അളിയെ അവരെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ലേ? ആളിയെ പ്രോപ്പർ ആയിട്ടല്ലേ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആളിന്റെ ജീവിതം പോയി ഇതുങ്ങളെ പുറകെ നടന്നിട്ട്. അങ്ങേരും മതിയാക്കി. അങ്ങനെയൊന്നും അല്ല. അച്ഛന്റെ തൃക്കൻ ഒരു ദിവസം തുറക്കും. അന്നാണ് ഇവിടെ അടി പൊടിയിട്ട് ബഹളമായിരിക്കും. എല്ലാം കൂടി ഓങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം അങ്ങോട്ട് കിട്ടും തറവാന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അച്ഛനൊന്നും പറയത്തില്ല. അതെന്താ നിന്നെ മാത്രം ഒന്നും പറയാത്ത? ഞാൻ ഡാഡീസ് പ്രിൻസസ് അല്ലേ, അച്ഛന്റെ മുത്ത്. എന്താ മുത്തും കുത്തിനായിരിക്കും കൂടുതലും മിക്കവാറും കിട്ടണത്. അവക്ക് ചുണ്ടനക്കിയത് അങ്ങനല്ലെന്ന് എന്നെ മറ്റേത് വിളിച്ച് പിന്നെ വിളിച്ച് അമ്മ പിന്നെ വിളിച്ചമ്മ. എന്താ വിളിച്ചേ? അവര് വെറുതെ പ്രാന്ത് ഓരോന്നൊക്കെ വെറുതെ പറയണത്. എന്റെ പ്രാന്തനാക്കാൻ നോക്കില്ല. പണ്ടത്തെ പോലെ അല്ലാണോ വീണ്ടും തല്ലുകൊടുത്ത്. നിനക്ക് 2 അടിയുടെ കുറവുണ്ടായിരുന്നോ? ഓരോന്നും വന്ന് പുറത്തോട്ട് അതിന്റെ ഇടയ്ക്ക് ഇരുന്ന് ഇറങ്ങടാ. പോ, ആ കൊച്ചിനെ പോയി നോക്ക്. ചെല്ല്. എന്തിനാ വിളിക്കണ? അങ്ങോട്ട് പോ. എന്തിനാ വിളിക്കണേ? പോയി. അതും പോയാ? എന്താണ് ശ്രീ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്നത്? ഞാൻ ഒരാളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ നമ്പർ? ഫ്രണ്ടിന്റെ. കാണുന്നില്ല കേട്ടോ. സേവ് ചെയ്തിരുന്ന ശ്രീ ഇങ്ങോട്ട് നോക്കിയേ. നോക്ക്. അതെ, ഇന്നലെ ബിസിനസിനെ പറ്റി സംസാരിച്ചത് സീരിയസ് ആയിട്ടാണോ? അത് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലും 100% സീരിയസ് ആണോ? 100% എന്ന് പറഞ്ഞാൽ 90% ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ കൊടുട്ടെ. അതങ്ങനെ എന്നാ ഞാനും ഇൻവെസ്റ്റ് ചെയ്യാം. പാർട്ണർഷിപ്പ് പോലെ. ശ്രീക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ. മഴ ചിണുങ്ങി ഇച്ചിരി വരും. ഞാൻ പിന്നെ വരാം. ചേച്ചി പറ. ഇല്ല, ഞാൻ വെറുതെ വന്നതാ. കാര്യം പറഞ്ഞിട്ട് പോ. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളങ്ങോട്ട് ചെല്ലണില്ലെന്ന് ചോദിച്ചു. പിന്നെ നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. മനസ്സിൽ തീയാണ് ചേച്ചി. അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട് ഒരു മടി. കുഴപ്പമില്ല, പോവാ വരട്ടെ. ശരി. നിനക്ക് ഇഷ്ടമുള്ള മീൻ മേടിച്ച് ഞാൻ കറി വെച്ചോണ്ടിരിക്കുകയാണേ. ചൂരാണ്. എന്നാ ഞാനും വരാം. വേണ്ട, സംസാരിച്ചു. കൊറേ നാളായി ചേച്ചിയുടെ മീൻകറി കഴിച്ചിട്ട്. ഇന്ന് പൊളിക്കണം ചേച്ചി. പൊളിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള കാരണം പറ. എനിക്കങ്ങോട്ട് പോകാനൊരു ഇതില്ല ശ്രീ ഇല്ലാതെ ഒറ്റയ്ക്ക്. എങ്ങനെ? എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാനൊരു ഇല്ലാന്ന്. പോകാനായിട്ട് ഒരിതില്ലെന്ന്. ഇതില്ലെന്ന്? ഒറ്റയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ശ്രീ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്?
എന്താ അറിയില്ലേ? പറ. അതാണ് ലവ്. എന്തിലും ഡിവൈൻ ലവ്. പിന്നെ ആ എന്നെ തളച്ചിട്ടിരിക്കുന്ന എന്താണെന്നറിയോ? ആ എന്നെ തളച്ചിട്ട് എന്താണെന്നറിയോ? പറ കേൾക്കട്ടെ. ചിരിയ. അയ്യോ നിങ്ങളോട് ഇരിക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇവിടെ ഇരിക്കേ, പറയട്ടെ. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറ. ചേട്ടൻ ഇത് നമ്മുടെ സ്വകാര്യ നിമിഷമല്ലേ? പറ. ചേട്ടൻ സൈഡിലൊന്നും പോയില്ലേ? ഓ പോയി അവിടെ എങ്ങനെ നിന്നാ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പിന്നെ എന്ത് പെട്ടെന്ന് വന്നെന്ത്? എടാ എനിക്ക് പെൻഡിങ് വർക്കുണ്ടടാ, നിന്റെ പണി അടക്കിട്ട്. അതിരി ശ്രീ ചേട്ടൻ നമ്മുടെ സ്വകാര്യ നിമിഷമല്ലേ? പിന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറ. നീലു എന്തോന്ന് ശ്രീ ചേട്ടൻ ഇരിക്കണ കണ്ടില്ലേ? അളി എന്നെ ഒരുപാട് ഇട്ട് ചുറ്റിച്ചിട്ടുള്ളത് ചുമ്മാ വട്ടളക്കിയതല്ലേ. അളി വട്ടളെന്ന് കാണണോ? ഇതാ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ വരാം. അയ്യേ ഏ അല്ല സൈറ്റിലെപ്പോ വെച്ചപ്പോഴാണ് ആലോചിച്ചത്. ഒരു ബില്ല് മറന്നു ഇവിടെ വെച്ചിരുന്ന്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വന്ന്. അന്ന് കണ്ട കാഴ്ചയെ എന്താ എന്തൊക്കെ കോപ്രയത്തിനാണ് കാണിച്ചു കൂട്ടുന്നത്, എനിക്ക് പറയാൻ പറ്റില്ല. എന്താ അച്ഛാ? എന്താ ഞാൻ പോട്ടെ. അച്ഛാ ഇപ്പൊ ഞാൻ എന്തോ ചോദിച്ചാലും അച്ഛനെ ആട്ടിയിടുക കേട്ടോ. കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ അഹങ്കാരം അല്ലേ? ഇതാ, ശരിയാക്കി തരാം, വരുമല്ലോ. ആ ചേച്ചി മീൻകറി ശരിയാ ചേച്ചി? ഇതേ ആയിക്കൊണ്ടിരിക്കണ്ട. ഗൗരി അത്ര മോശമൊന്നും അല്ല. ഗൗരി അത്ര മോശമൊന്നുമല്ല. ചിക്കൻ കറി ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കും അല്ലേ ഗൗരി? ഒരു ദിവസം ചിക്കൻ കറി ഉണ്ടാക്ക്. ഉണ്ടാക്കാം. ആ ഗൗരിയമ്മായി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനും വന്ന എന്റെ സഹായങ്ങളൊക്കെ അല്ലേ അമ്മേ? അപ്പൊ പിന്നെ കൊളോയി കിട്ടും. എന്താണ് ഇവിടെ മീൻകറിയുടെ കാര്യമൊക്കെ സംസാരിക്കണത്? ഒന്നല്ല ഗുഹവായ അമ്മ ആ രാവിലെ കിട്ടിയതിന്റെ ബാലൻസ് വേണോ? എനിക്കേ വല്ല ഇതാ, എനിക്ക് പോണ സൈറ്റ് പോണം, പണിയുണ്ട്. ഇവിടെ ഒന്ന് കോപ്രയത്തിനും കാണാൻ എനിക്ക് വയ്യ. ഗൗരി എന്താ ശ്രീയേട്ടാ? നമുക്ക് ഉടനെ പടവലത്തോട്ട് പോകണം. ഒരു പ്രത്യേകതരം ഫീലാണ് അവിടെ. പുഴ, കാറ്റ്, നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോ. വരണം കേട്ടാ, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കാട്ടിത്തരണേ. ഞാൻ കാണിച്ചു എന്തല്ലേ? ഓ കൊണ്ട് ചെല്ല്, പടവലത്ത് ചെല്ല്. അവിടെ പറമ്പൊക്കെ ചുറ്റിടന്ന് കാണ്. അവിടെ വാഴക്കുഴിയും തെങ്ങും കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. കുഴിച്ചൊക്കെ നടക്കണം. ഇവിടെ അല്ലേ ഭാര്യ ഭർത്താവും കൂടെ. പിന്നെ രാവിലെയൊക്കെ നടക്കാനൊക്കെ പോകണമെങ്കിലേ ആറ്റിൻ്റെ അരിയത്ത് നടക്കണ്ട. അവിടെ രാവിലെ ആൾക്കാർ വന്ന് ഇരുന്നിട്ടൊക്കെ പോണത്. എന്ത് എന്നോട് കൂടെ പറയുന്നത് ഗൗരി എങ്ങനെ പലതൊക്കെ പറയും. ഞാനേ അവിടെ ജാമ്പൊക്കെ ഉണ്ട്. അമ്മ മാമനും മമ്മി എന്തൊരു പൊളി കപ്പിളാണല്ലേ. മാമന്റെ സെലക്ഷൻ കിട്ടില്ല തന്നെ. ആ രണ്ട് പാത്രം വലിയ ആരൊന്നും വേണ്ട. നിനക്ക് എന്തിന്റെ ചൊറിച്ചില്ല? ചൊറിച്ചിൽ എനിക്കല്ല കേട്ടാ, ചൊറിച്ചിൽ എനിക്കല്ല, നിന്റെ അനിയന്. അനി കുട്ടുമാമൻ എന്താ പറഞ്ഞേ? ഇവിടെ ഇറങ്ങിപ്പോയി ഞങ്ങള് പോവില്ല. വാ വാ വാ. നിന്റെ അനിയല്ലേ, അവ എന്താണ് കാണിക്കണേ? അവൻ എന്ത് കാണിച്ചു? എന്തൊക്കെ എനിക്കൊന്ന് പറയാം. അതുകൊണ്ട് അവന് ബോധമില്ല. ആ വന്നു കയറി കൊച്ചിനെങ്കിലും ബോധം വേണ്ടേ? അതല്ലേ ചോദിച്ചത്, അവരെന്ത് കാണിച്ചത്? എന്റെ കാര്യം ഞാൻ പറയണില്ല. അല്ല അവൻ നേരത്തെ ഇവിടെ നിന്ന് എൻ്റെ കൈ കൂടെ തോളിൽ കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് പടവലത്തെ കാറ്റിനെ പറ്റിയും പറമ്പിനെ പറ്റിയും തെങ്ങിൻ്റെയും തേങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞില്ല. അതുപോട്ടെ അവൻ്റെ ആരെയും അളിയുന്നില്ലേ, അവൻ്റെ ഭാര്യയൊന്നുമില്ലല്ലേ. കൈ തോളിൽ കൂടെ ഇട്ടിട്ട് ഒരുമാതിരി വല്ലാത്തൊരു തടവിലിങ്ങനെ. വല്ലാത്ത തടവിൽ എന്തിനാ തടവണ? എനിക്ക് എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു വൃത്തി ഞാൻ ചോദിക്കട്ടാ, അവൻ ഇത്ര ഇളക്കം തടി. ആ ചെറുപ്പം നിങ്ങളെ പോലെ കളവനല്ല. കളവനല്ലേ?
ഇവിടെ വച്ചിരുന്ന ബില്ലും കാണാനില്ലല്ലേ? ആ കൊച്ചാൻ്റെ അടുത്തോട്ട് പോയാ അത് കീറി കളഞ്ഞ. നീലായി നീലോ ഇവിടെ പോണ്ടേ? കളിക്കല്ലേ ശ്രീ. ശരിയാക്കി പറഞ്ഞോണ്ട് ശ്രീകുട്ട ശ്രീകുട്ട അയ്യോ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നാ? അല്ല എന്താ ബഹളത്? ഇതൊരു പോയില്ലായിരുന്നാ? ഞാൻ ഇവിടെ പോളിയത് എന്താണ്? നീലു ഇവിടെ ഇരിക്കണം, നമുക്ക് അകത്ത് പോകാം. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്കമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ. നീലായി നീലു കുട്ടപ്പട എടി എന്റെ ബില്ല് കാണാനില്ല. എന്റെ ബില്ല് ഇവിടെ കാണാനില്ല. ബില്ല് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് തന്നെ അച്ഛനക്കനെയും ആ പെണ്ണിനെയും പടവലത്ത് പറഞ്ഞോണം. അതെന്തിനാ? ഓണാണ് നല്ലത്. അതാകുമ്പോ അവിടെ എന്ത് കോക്കരത്തരം കാണിക്കാമല്ലോ. അവര് പോയിക്കോളും. ഓ ഇവിടെ എന്ത് കാണിച്ചെന്നറിയാമോ? ഇവിടെ എന്തൊക്കെ കാണിച്ചെന്നറിയാമോ? എന്ത് കാണിച്ചത്? അതാണോ? അതിനെന്താ കുഴപ്പം? അവര് കല്യാണം കഴിച്ചതല്ലേ? കല്യാണം കഴിച്ചത് വടവലത്ത് പറമ്പിൽ പോയി കാണിക്കണം. അവിടെ അയ്യത്താകുമ്പോൾ ആരും കാണാനില്ലല്ലോ. ഇവിടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർ വളരെയാണ് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ മോശമാണ്. എന്ത് മോശം? അവര് വൃത്തിയോടെ ഒന്നും കാണിച്ചൊന്നുമില്ലല്ലോ. കാണിക്കണമെങ്കിൽ റൂമിനകത്ത് പോയി കാണിക്കണം. ഇവിടെ എന്റെ കണ്ണോട്ടത്ത് എനിക്ക് പൈസ എത്ര എന്റെ കണ്ണോട്ടത്ത് കാണിക്കുന്നതാണ്. അവര് നിങ്ങൾക്ക് വയസ്സായെങ്കിൽ എന്താ? ഒരു ചെറുപ്പക്കാരല്ലേ നിങ്ങൾ? വയസ്സായ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പൊ കുറ്റം എനിക്ക് അല്ല പിന്നെ എനിക്കാണ് കുറ്റം അല്ലടി. പിന്നല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക വയസ്സാം കാലത്ത് കുട വേറെ പിടിപ്പിച്ച് അവരെ എത്തി നോക്കാനായിട്ട്. അവര് കാണിക്കട്ടെ. കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇപ്പോ നോണം കെട്ട കുടുംബം. അനക്കൊന്നുമില്ലല്ലോ, ഉറങ്ങിയ ഒരു നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. ഇങ്ങടാ നിന്റെ സംഗമം. സംഗമന്റെ ഉറങ്ങടാ. ചപ്പാത്തി ഉണ്ടാക്കാം. നന്നായിട്ട് പരത്തിക്ക്. ചപ്പാത്തിക്ക് കറി എന്തുവാ? കടലക്കറി. അല്ല ഇതെന്തോ കല്ലു? ഫ്രൈസ്. ഓക്കെ. ഇത് നമ്മളെങ്ങനെ വറക്കണോ? എങ്ങനെയാ വറക്കുന്നേ? ഇതിനകത്തോട്ട് വറുത്തേ നോക്കട്ടെ. കാണിച്ചേ എങ്ങനെയാ വറക്കുന്നേ? എണ്ണ ഒഴിക്കരുതേ. എണ്ണ എന്ത്? അതെ എണ്ണ. എണ്ണ ഒഴിച്ചു. അത്ര മതി എണ്ണ? കത്തി കുഞ്ഞിന്റെ കത്തി. കത്തി നന്നായിട്ട് നുറുക്കണേ. എത്ര കഷ്ണമാക്കണം? അറിഞ്ഞില്ല?
എന്ത്? നമ്മുടെ അച്ഛൻ ഇവിടുന്ന് കണക്ക് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയില്ലേ, പാലമണാട്ട സൈഡിലോട്ട്. അവിടെ പോയി അച്ഛൻ കണക്ക് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന്. അച്ഛൻ എന്നെ ഫസ്റ്റ് ഓട്ടിച്ച്. ആ സമയം നമ്മുടെ മാമനും മാമിയും കൂടെ അങ്ങോട്ട് ചെന്നേക്കണ്. അച്ഛൻ കലിയെടുത്ത് അച്ഛൻ എഴിച്ചു പോയി. അവരുടെ അച്ഛന്റെ പുറകെ അവരും പോയിട്ടുണ്ട്. അല്ല നിനക്കപ്പോ അച്ഛനെ പുറകെ പോയിരുന്നില്ലേ നോക്കാൻ? സംഭവം അച്ഛൻ നല്ല കലിയിലായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ പോയി എന്തിനാ ആവശ്യമില്ലാത്ത മേടിക്കുന്നെന്ന് വിചാരിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, മാമനും അമ്മായിയുടെയും ബോണ്ട് കിടിലാണ്. അവര് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ശരി കേട്ടോ, അടിപൊളി കപ്പിളാണ്. എന്റെ ഒക്കെ കേട്ടു ഇനി എപ്പോഴാണാവോ വരുന്നത്. അതിന് ജമ്മൻ ചെയ്താൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോന്നോ ഇതെന്നെ കാരണം എന്റെ കയ്യിലിരിക്കണം മേടിക്കും നീ. കൊച്ചുണ്ടാക്കുന്ന ഫ്രൈഡ് റൈസും സാമ്പാറും വേണോ? ഇതിന്റെ കൊച്ചല്ലേ പോട്ടെ, അവളുണ്ടാക്കുന്ന പിന്നെ നല്ലതായിരിക്കും. ഇതുണ്ടാക്കാൻ എന്തായാലും കൊണ്ടുപോയില്ലേ. വിളിച്ച് കൊച്ചിനെ ഫ്രണ്ട് വെച്ച് വിളി, ഒന്ന് കേക്കട്ടെ. പോടാ പോടാ പോടാ, കൊച്ചുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ട്. കുഞ്ഞിനെ കുത്തി കാണിക്കാൻ തിരിച്ചു എല്ലാം പഠിപ്പിച്ചു വെച്ചേക്കണ്. കേശുമാമന് ഫുഡ് കൊടുക്കണ്ട കേട്ടോ. കേട്ടോ, അമ്മേനെ ചീത്ത പറഞ്ഞു കേശുമാമൻ. തരൂലെന്ന് പറഞ്ഞേ, മാമന് ഫുഡ് തരൂല. എന്തരുത് നോക്കട്ട്. നമ്മള് കേശുമാമന് അച്ഛൻ വരുമ്പോ ഒന്നും കൊടുക്കത്തില്ല അല്ലേ? അല്ലേ? നമ്മള് സ്പ്രേയും അതും ഇതും ഒന്നും കൊടുക്കത്തില്ല. പറഞ്ഞേ, അച്ഛൻ വരുമ്പോ ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത് ലച്ചി ചേച്ചി. ഞാൻ പറയാ, നീ പോ. ചേച്ചി അങ്ങനെ ഞാൻ ചേച്ചിയുടെ കാലി വേണ്ട, ഞാനും എന്റെ കൊച്ചും സെറ്റാ. ഇത് കഷ്ടമായല്ലോടാ. ഇതിപ്പം അവിടെ കിടന്ന് അവരെല്ലാം കൂടെ അടി ഉണ്ടാക്കണം. അവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഇതൊന്നും മതിയാക്കി ശ്രീ. ചേട്ടനിട്ട് വട്ട് കളിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ചേട്ടനിട്ട് വട്ട് കളിപ്പിക്കുന്ന പരിധിയില്ല. കൊള്ളാല്ല. അങ്ങനെ എൻ്റെ അടുത്ത് ചെയ്ത് വെച്ചാൽ ആലോചിക്കുമ്പോഴേ ഇതൊന്നും ഒന്നും അല്ല. എന്നാൽ ഇത് കുറച്ച് ഓവറാണേ. ഒന്നും അല്ല. ഈ ഡാൻസും പാട്ടും എന്തോന്നത് ചേട്ടാ. പാവോ പാവോ? പിന്നെ നിനക്ക് കളിനെ ശരിക്കും അറിഞ്ഞുകൂടാത്തോണ്ടാണ് കാണാതെ. അടി റൊമാൻറ്റിക്. എന്തായാലും ഞാൻ വാങ്ങിക്കുന്നു. ഇത് ആര് വാങ്ങിച്ചത്? ശ്രീ വാങ്ങിച്ചെന്ന് ശ്രീ കാരണോട്. ആ, ഞാൻ വാങ്ങിച്ചല്ലേ. ചെറുതായി പോയാ? എന്തല്ലേ റൊമാൻറ്റിക് ആവടാ. റൊമാൻറ്റിക് ആവ്. ഞാനേ നീ എവിടം വരെ പോവും നോക്കിയായിരുന്നു. എടാ വേറെ ആർക്കും എന്നെ അറിയണമെങ്കിലും നിനക്കെന്നെ അറിഞ്ഞൂടാ. നിന്റെ അളി നിനക്ക് അറിഞ്ഞൂടെ? നീ പ്രതികാരം തീർക്കണം ആണാ? എന്ത് പ്രതികാരം? ഗൗരി മോളെ, നിനക്ക് അവൻ്റെ കാര്യം കേൾക്കും. എൻ്റെയും നീലുവിൻ്റെയും കല്യാണം കഴിഞ്ഞ സമയം അന്നതാ ഏവായി ഇത്രയേ ഉള്ളൂ. മൂക്കളെ ഒലിപ്പിച്ചൊരു കുട്ടി നിൽക്കിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും അവൻ കൂടെ വരും. ഒരു കല്യാണത്തിന് പോയാൽ വരും, അടിയന്തരത്തിന് പോയാൽ വരും, സിനിമയ്ക്ക് പോയാൽ വരും, അമ്പലത്തിൽ പോയാൽ വരും. സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇടയ്ക്കേ ഇരിക്കും. ഇവൻ നമുക്കൊന്നും തൊടാനോ മിണ്ടാനോ പറയാനൊന്നും പറ്റൂല. ഇടയിൽ കയറി കിടക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഞാനും നീരും കിടന്ന് ഓടാൻ ഒരു 5 മിനിറ്റ് തകയണ്ട. അപ്പം തട്ട് വന്നിരിക്കും. കരഞ്ഞോണ്ട് ചേച്ചി എനിക്ക് മുള്ളണം എന്നിട്ട് കൊണ്ട് മുള്ളിച്ചിട്ട് തിരിച്ച് അവൻ്റെ റൂമിൽ പോകില്ല, കിടക്കാൻ പോകില്ല. അച്ഛൻ്റെ അമ്മേനെ പോയാണ് കിടക്കുന്നത്, പോകില്ല. ഞങ്ങൾ രണ്ടുപേരും ഇടയിൽ കയറി കിടക്കും. അതെ വെറുതെ കിടക്കും, ഒളഞ്ഞാവട്ടെ. ഒന്നുമില്ല പൊടി വാറ്റ കൊട്ടടിച്ചു കൊടുക്കും. കരഞ്ഞുകൊണ്ട് ഇയാളെ വഴി പറക്കും. അതിന്റെ വാശി ഇപ്പൊ അവൻ തീർക്കുകയാണ്. എടാ മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ അഭിപ്രായമോ കൊഞ്ചരും കളിയൊക്കെ ഞാൻ ഇങ്ങനെ മാറി ഇന്ന് ആസ്വദിക്കായിരുന്നു. ഇടാ കല്യാണം കഴിച്ച് 4 മക്കളുമായി. ഇതാണ്ടാ ഇപ്പൊ അപ്പൂപ്പനായി. ഇനി എന്തോന്നടാ എനിക്ക്? ഇനി നിങ്ങളെ കാലമല്ലേടാ, നിങ്ങൾ പ്രേമിക്കടാ. ഇപ്പൊ ഇതാ മഴ ചന്നം പിന്നെ പെയ്യുന്നത് എന്തിനാണ്? അണക്കെട്ടി വെള്ളം നിറയ്ക്കാനല്ല, നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലാണ് മഴ പെയ്യേണ്ടത്. നിങ്ങൾ മഴയും പ്രകൃതിയായിട്ട് അലിഞ്ഞങ്ങ് ചേരണം കേട്ടാ. ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് ശ്രീ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആര്? ശ്രീ. അതെൻ്റെ മോളെ പണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 56 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി എന്തോന്നും മഴ പ്രകൃതി ഒന്നുമില്ല. ഇപ്പം ഭാര്യയായി, മക്കളായി, പേരക്കിടങ്ങളായി. സത്യം പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം കഴിയാറായി. ഇനി വാനപ്രസ്ഥമെന്ന് ഞാൻ തീർത്ത് പറയണില്ല. പല അമ്പലങ്ങളിലും പോകണം, ഭജന ഇരിക്കണം, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കാശി പോകണം. ഒറ്റ ചിന്തയുള്ളൂ മോളെ ഇപ്പോൾ, ഈശ്വരൻ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ
ഇഹപര സുഹൃത്തം ഏകിടുമാർക്കും ഇത് സംസാര വിമോചന മന്ത്രം. ഇപ്പൊ എന്തായി ആളിയനെ വട്ട് കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതെനിക്ക് അങ്ങോട്ട് വിശ്വാസം വരണില്ല. ഇതിങ്ങനല്ല. വരികയാണ് ആ പിള്ളേരെ ഇടക്ക് പോയി നിന്നിട്ട് അവരെ കുറ്റം പറയാനായിട്ട്. നിനക്ക് എന്തിന്റെ കേടാണ് ബാലു? അവരിപ്പോ കല്യാണം കഴിഞ്ഞ പിള്ളേരല്ലേ, അവർക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനൊക്കെ ഉണ്ടാവും. അതിനിടക്ക് പോയി വായും പൊളിച്ച് നിൽക്കേണ്ട ആവശ്യം വല്ലതുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ നീറ്റ് പോരണം. പണ്ട് ടി വി കടയുടെ മുമ്പിൽ പിള്ളേരെ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കില്ലായിരുന്നോ? അതുപോലെ വായും പൊളിച്ച് നിൽക്കുക. ശ്രീകുണ്ടുണ്ടായിരുന്നു ഈ പണി. നമ്മളെ കല്യാണം കഴിഞ്ഞപ്പോ നമ്മൾ ഇടക്കുന്ന് മാറില്ലായിരുന്നു. കിടന്നാലും ഇരുന്നാലും ഒക്കെ അതിനെ നടക്കവനുണ്ടാവുമായിരുന്നു. ഇത് ആ പ്രായമാണോ നിങ്ങള്? ഇത്ര പ്രായമായ ഒരാളല്ലേ, ചിന്തിച്ചുകൂടെ ഇതൊക്കെ? എടീ, ഇക്കാര്യം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതാ വരണ വഴിയാണ്. ഇനി എനിക്കെന്തോന്നടി, ഇനി എനിക്ക് വയസ്സ് എത്ര, ഞാൻ അപ്പൂപ്പനായി. അവിടെ കളിയും ചിരിയൊക്കെ ഞാൻ ഇങ്ങനെ ആസ്വദിക്കല്ലേ. എൻ്റെ പഴയ കാലത്തിലോട്ട് പോയി അവരെ കളി ചിരിയും കണ്ടപ്പോഴേ. അതാണ് നല്ലത്. നമുക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, നമ്മൾ ഇനി അതൊന്നും നോക്കാതെ രാമരാമ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയും ജപമായിട്ട് അങ്ങ് നടക്കാം. അത്രേ ഉള്ളൂ. അവിടെയാണ് നിനക്ക് തെറ്റിയത്. ദേ, നമ്മൾ വയസ്സായിട്ടില്ല, തോന്നലാണ്. 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പുരുഷനും സ്ത്രീയും ജീവിക്കാൻ തുടങ്ങുന്നത്. എല്ലാവരും വിചാരം 50 വയസ്സ് കഴിഞ്ഞാൽ ഓ നമ്മുടെ ജീവിതം കഴിഞ്ഞ് ഇനി രാമ 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 രാമ. അതൊക്കെ ആൾക്ക് പിന്നെ ഇപ്പം ജീവിതം ആസ്വദിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ അവരെ പ്രേമവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളെ പഴയ കാലം ഓർമ്മ. നമ്മൾ ഈ തിരക്കും തിക്കും കൊണ്ട് നമുക്ക് മറന്ന് ഇങ്ങനെ ജീവിതം അങ്ങ് തള്ളി അങ്ങ് വിടേണ്. പക്ഷെ എനിക്കിപ്പോൾ പഴയ കാലത്തോട്ട് എനിക്കൊരു ഓർമ്മ അവരത് കണ്ടപ്പോഴാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്, വേറെ ഒന്നുമില്ല. വേറെ ആരെയും പ്രലോഭനം കൊണ്ടോ ഒന്നുമല്ല. ഒരു മരം അല്ല, ഞാൻ ഈ മടി കിടന്നുറങ്ങിയിട്ട് എത്ര നാളായി. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? അവരിടയ്ക്ക് പോയിന്ന് എല്ലാം കണ്ടും കേട്ടും നിന്നിട്ട് ഇങ്ങോട്ട് പോന്നേക്കാ തടപ്പിക്കാനായിട്ട്. നാണം ഉണ്ടാ നിങ്ങൾക്ക്? എന്തിന്? എടി, ഞാൻ എൻ്റെ ഭാര്യത്തിലാണ് ചോദിച്ചത്. ഒരു ഉമ്മ തരാൻ ചോദിച്ചപ്പോൾ നിനക്ക് ഇത്ര കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉമ്മ വേണം, നിങ്ങൾക്ക് ഉമ്മ വേണം, ഉമ്മ വേണം, ഉമ്മ വേണം, തരാ ഉമ്മ തരാ നിങ്ങൾക്ക് ഞാൻ. എടി കുട്ടമ്പിളരെ മോളെ, അവരെ പാട്ടും ഡാൻസൊക്കെ കണ്ട് ഞാൻ എൻ്റെ പഴയ കാലത്തിലോട്ടൊന്ന് പോയി, ഒന്ന് കൊതിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അത് ഇനി ഇത്ര എന്തൊക്കെ ചെയ്യണതിന്? എടി, എൻ്റെ സ്വഭാവം നിനക്കറിയാലും ഞാൻ ഒന്ന് തീരുമാനിച്ചാണ്. എടി നിങ്ങള് ഞാൻ കിട്ടും വകയിൽ തൃപ്തി വരാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വര ചിന്തയിതൊന്നേ മനുഷ്യനും ശാശ്വതമേ. അമ്മാ